ഫുഡ് ആൻഡ് വിഷസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല ബീഫ് ഉലർത്തിയത് ഇഷ്ടമല്ലാത്ത മലയാളികളുണ്ടോ? നല്ല വെളിച്ചെണ്ണ തയ്യാറാക്കിയെടുത്ത ബീഫ് ഉലർത്തിയത് നല്ല ചൂട് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ എന്ത് രുചിയാണെന്നറിയോ? ഇടയ്ക്ക് കടിക്കാൻ ഒരു തേങ്ങാക്കുത്തും കൂടെ ആയാൽ അടിപൊളിയായിട്ട് ഉഷാറായി. അപ്പോൾ ഇതേപോലെയുള്ള വീഡിയോസിനായി ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂട്ടത്തിൽ ലൈക്ക് കൂടി ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ നാടൻ ബീഫ് ഉലർത്തിയത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കറിലേക്ക് ഒരു 1/2 കിലോ ബീഫ് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മസാലകളെല്ലാം ചേർത്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് അടുത്തായിട്ട് നമുക്ക് ചേർക്കാനുള്ളത് ഒരു സവോള അരിഞ്ഞു വെച്ചത് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഒരു 10 ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചത്, 2 പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില, ഒരു തക്കാളിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അരിഞ്ഞു വെച്ചത്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് കൈ വെച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമുക്ക് നമ്മുടെ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മസാലകളെല്ലാം ഇതിലേക്ക് നന്നായിട്ട് അങ്ങ് പിടിക്കും. നല്ലതുപോലെ ഇതേപോലെ തിരുമ്മി അങ്ങ് പിടിപ്പിക്കണം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നല്ലപോലെ ഇതിൽ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുക്കർ അടുപ്പത്തേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ബീഫ് നമ്മളിവിടെ അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 5 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുകയാണ്. ഇതിപ്പോൾ എൻ്റെ കുക്കറിന് 5 വിസിലാണ് വരുന്നത്. അപ്പം നിങ്ങളുടെ ബീഫിൻ്റെ വേവും കുക്കറും ഒക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് വേണം വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ സ്റ്റീമെല്ലാം നന്നായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കാം. നമ്മുടെ ബീഫ് ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മളിതിനകത്ത് ഒട്ടും വെള്ളം ഒഴിച്ചതല്ല, വെള്ളം ഒഴിക്കാതെ തന്നെ ഇതിനകത്ത് ആവശ്യം കൂടുതലും വെള്ളം വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ആദ്യം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിതിലേക്ക് ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ബീഫ് ഉലർത്തുമ്പോൾ ഇതുപോലെ തേങ്ങ അതിനകത്ത് കടിക്കാൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ചെറിയ ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്ത് ഇവിടെ നിന്ന് ഒരു ചെറിയ ബ്രൗൺ കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് മതി. നമുക്കിപ്പം ഇതൊന്ന് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ നമുക്കിനി ബീഫ് ഉലർത്താനായിട്ട് ഒരു കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ചെറിയുള്ളിയാണ്. ഇതൊരു 10-15 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. അതിവിടെ ചേർത്ത് കൊടുക്കുകയാണ്. ചെറിയുള്ളി ചേർത്ത് നമ്മൾ ബീഫ് ഒന്ന് ഉലർത്തിയെടുക്കുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റാണ്. സവോള ചേർക്കുന്നതിലും ടേസ്റ്റാണ് ചെറിയുള്ളി ചേർക്കുമ്പോൾ.
നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചെറിയ ഉള്ളിയൊക്കെ ഇവിടെ നിന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഒരു 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇനി ഈ പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ മസാലയുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഇത് ഈ മസാലയ്ക്കകത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ തേങ്ങാക്കൊത്തിലേക്ക് ഈ മസാലയുടെ ടേസ്റ്റൊക്കെ ഒന്ന് പിടിക്കും. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് മസാലയൊക്കെ ഇതിലേക്ക് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് കുറുകി വരുന്ന വരെ നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇത് കുറച്ചും കൂടെ ഒന്നുകൂടെ ഒന്ന് കുറുക്കിയെടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഡ്രൈ ആക്കി എടുക്കുകയും ചെയ്യാം കേട്ടോ. ഡ്രൈ ആക്കി എടുത്താൽ കുറച്ചുകൂടെ ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഇവിടെ അങ്ങനെ ആക്കുന്നില്ല. ഞാനൊരു പെരളനായിട്ടാണ് ഇവിടെ എടുക്കുന്നത്. കുറച്ചും കൂടെ ഒന്ന് നമുക്ക് കുറുക്കിയെടുക്കാം. ഈ സമയത്ത് ഉപ്പുണ്ടോയെന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ നോക്കിയിട്ട് ഉപ്പ് കുറച്ച് കുറവാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ നന്നായിട്ട് കുറുകി നല്ല പെരളനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മസാലയൊക്കെ ഇതിലേക്ക് നന്നായിട്ടൊന്ന് പുരണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിവിടെ നിർത്തുകയാണ്. ഇത്രയാക്കി നിർത്തുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡ്രൈ ആക്കി എടുക്കാം. കണ്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫാണ് ഇവിടെ റെഡി ആയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇവിടുന്ന്. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ഉലർത്തിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ ചോറിൻ്റെ കൂടെ, നല്ല ചൂട് ചോറിൻ്റെ കൂടെ, അല്ലെങ്കിൽ അപ്പത്തിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അധികം ബുദ്ധിമുട്ടൊന്നുമില്ല ഉണ്ടാക്കാനായിട്ട്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം. കൂട്ടത്തെ ഞങ്ങളുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന വീഡിയോസൊക്കെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പം അടുത്തൊരു വീഡിയോയിൽ നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.